അല്ല, ഇതാരൊക്കെയായി വന്നിരിക്കുന്നേ? മോളെ പ്രിയേ, ഇതാരായി വന്നിരിക്കുന്നതെന്ന് നോക്കേ. വരും വരും, കണ്ടിട്ട് കുറെ നാളായി. ഞാൻ വിചാരിച്ചു ഞങ്ങളെയൊക്കെ മറന്നു. സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അച്ഛൻ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളൊന്നുമല്ല അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചത്, സാറിനെയാണ് ഏൽപ്പിച്ചത്. സാറ് ആ കടമ നിറവേറ്റുകയും ചെയ്തു. ഇരിക്കെ. സാർ, കുറച്ച് ഓറഞ്ച്. എനിക്കൊന്നുമില്ല ഏട്ടാ, നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. അയ്യേ, ചേച്ചി തരുന്നത് വലത് കൈ നീട്ടി വാങ്ങണം. നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അറിയിക്കാതിരുന്നതാണ്. കുറച്ചുനാൾ മുമ്പ് ഇതിനടുത്തൊരു ബസ് അപകടം ഉണ്ടായി. പത്രങ്ങളിൽ വായിച്ചിരിക്കുമല്ലോ. പ്രിയയും ആ ബസ്സിലുണ്ടായിരുന്നു. 13 പേർ ആ അപകടത്തിൽ മരിച്ചു. ഭാഗ്യത്തിന് പ്രിയയുടെ വലത് കൈ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അവൾക്ക് നല്ലൊരു വിവാഹാലോചന ഉറച്ചു വന്നതാണ്. കൈയില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാരാരെങ്കിലും തയ്യാറാവുമോ? സാറിങ്ങനെ നിരാശപ്പെടരുത്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് പ്രിയയ്ക്കൊരു നല്ല വിവാഹം കിട്ടിക്കൊടുന്നില്ല. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല ചേച്ചി. എന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ ഇടത് കൈ മതി. ആ, നിന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച ആളാരായിരുന്നു? ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ആ വിവാഹം മുടങ്ങിയതുകൊണ്ട് എനിക്ക് വിഷമമില്ല ചേച്ചി. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അതെന്താ? നീ മറ്റാരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എനിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഇനി അത് പറയില്ല. എന്റെ വലത് കൈ നഷ്ടപ്പെട്ടതോടെ എല്ലാ ആശകളും ഞാൻ ഉപേക്ഷിച്ചു. പ്രിയ അങ്ങനെ നിരാശപ്പെടരുത്. എന്നോട് പറയൂ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ചേച്ചി എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പ്രിയ, നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹം സാധിക്കും. ഞാൻ ആർക്കും ഒരു ഭാരമാകരുത്. നീ എനിക്കൊരു ഭാരമാകുമോ? ഒരിക്കലുമില്ല. ഞാനത് തിലകനോട് പറയും. വരൂ, തിലകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണം. അച്ഛന്റെ അമ്മയുടെ അസ്ഥിത്തറയിൽ ഒരു തിരി കൊളുത്തണം. അസ്ഥിത്തറയിൽ വിളക്കൊച്ച് തൊഴുതോ? ആ, തൊഴുതു. തൂക്കാറയും വാരാറയും വീടങ്ങ് വൃത്തിയായി കാണും. നമ്പ്യാർ സാറും മോളും കൂടെ തൂപ്പിക്കുകയും വാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പടിഞ്ഞാറ് വശത്ത് ചക്കരച്ചിമാവ് പൂത്തോ? പൂത്തോ തിലക? ആ, ഞാൻ നോക്കിയില്ല. നോക്കത്തില്ല, നിങ്ങൾ നോക്കത്തില്ല, പിന്നെ എന്തോ നോക്കാ നിങ്ങൾ രണ്ടുകൂടെ പോയത്?
പണിക്കരമാവ വല്ലാത്ത ക്ഷീണം. ഒരു കപ്പ് കാപ്പി. എനിക്കിപ്പോ സൗകര്യമില്ല. നിങ്ങൾ അച്ഛനുള്ളപ്പോ ചക്കരിച്ച് മാവേല വാങ്ങാൻ വെളുത്ത അത് പിഴിഞ്ഞേ അതേ ഉണ്ണാറുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ അമ്മ അടുത്തിരുന്ന് 3-4 മാങ്ങ തൊലി കളഞ്ഞ് ആ ഇലയിലോട്ടിട്ട് കൊടുക്കും. ആ മാങ്ങായും പിഴിഞ്ഞ് തൈര് ഒഴിച്ച് കുഴച്ചുണ്ണുന്നത് കാണാൻ എന്തോ ഒരു രസമായിരുന്നു. ആ കാലമൊക്കെ പോയില്ലയോ. നിങ്ങൾക്ക് എന്താ വേണം? കാപ്പി വേണം. ഞാൻ ഇപ്പൊ ഇട്ടുണ്ട്. അവിടെ അവിടെ ഇരിക്കണം. അവിടെ അവിടെ അവിടെ. ഡോക്ടർ എവിടെ വെച്ചാൽ കൊണ്ടുവിടാം. മിസ്റ്റർ ജയമോഹൻ, തിലകനാണോ? ആ, കൂട്ടുകാരെല്ലാം കണ്ട് യാത്ര പറഞ്ഞപ്പോഴേക്കും കുറെ വൈകി. ഞാൻ നിന്റെ പെട്ടി ഒരുക്കുകയായിരുന്നു. യാത്രയ്ക്കുള്ള സമയം എടുക്കും തോറും ചേച്ചിയെ തനിച്ചാക്കിയിട്ട് പോകുന്നതിന്റെ വിഷമം കൂടി വരികയാണ്. ഞാൻ പ്രിയ വിളിച്ചോടെ നിർത്താം. അത് നല്ലതാണ് ചേച്ചി. അവൾക്ക് സന്തോഷമായിരിക്കും. നീ അമേരിക്കയിൽ നിന്ന് വന്നാലുടൻ നിങ്ങളുടെ വിവാഹം നടത്തണം. അയ്യോ ചേച്ചി, എന്താ? പ്രിയ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. തിലക, അങ്ങനെ പറയരുത്. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. നമ്പ്യാർ സാറിനോട് സൂചിപ്പിച്ചു. സാറിനോട് പ്രിയയ്ക്ക് നല്ലൊരു വിവാഹം കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേച്ചിയെ നിർബന്ധിക്കരുത്. അവളുടെ ഒരു കൈക്ക് സ്വാധീനമില്ലാതെ വന്നപ്പോൾ നീ അവളെ വെറുത്തു. അങ്ങനെ പറയരുത് ചേച്ചി. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും, മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മന്ദാരക്കാട്ടിൽ വീരുന്നുറങ്ങി, മന്ദാരക്കാട്ടിൽ വീരുന്നുറങ്ങി.
വർണ്ണമറിയില്ലല്ലോ മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മന്ദാരക്കാട്ടിൽ വിരുന്നുറങ്ങി മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മന്ദാരക്കാട്ടിൽ വിരുന്നുറങ്ങി. നീ ആള് കൊള്ളാമല്ലോടി. പൂച്ചയെ പോലെ ഇരുന്ന് കാര്യം പറ്റിച്ചു കളഞ്ഞല്ലോ. നിനക്ക് ആദ്യമൊക്കെ അയാളെ വലിയ വെറുപ്പായിരുന്നല്ലോ. ആ, ഞങ്ങളെ കാണിക്കാനായിരുന്നു അതൊക്കെ. ലൈലയ്ക്ക് അറിയാനിട്ടാ ഞാൻ അദ്ദേഹത്തെ കണ്ട ആദ്യ നിമിഷം മുതൽ തന്നെ എന്റെ മനസ്സിൽ വെച്ച് ആരാധിക്കുകയായിരുന്നു. പിടിച്ചത് എന്തായാലും പുളിങ്കൊമ്പ. എഞ്ചിനീയർ അല്ലേ? അല്ല, എനിക്കൊരു സംശയം. അയാൾ ഇവിടെ വന്നത് ട്രെയിനിങ്ങിനാണോ അതോ നിന്നെ പ്രേമിക്കാനാണോ? പോലയില്ലേ, തിലകൻ ചേട്ടന്റെ സ്നേഹം സമ്പാദിക്കാൻ കഴിഞ്ഞാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഒരു സ്റ്റെനോഗ്രാഫറായ എനിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തതില്ലേ ഈ ബന്ധം. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇവിടെ വരാനും നിന്നെ കാണാനും ഇങ്ങനെ അടുക്കാനും കൂടുതലെന്തിന്? നമ്മൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണെന്നതും എത്ര യാദൃശ്ചികമാണ്. ആ ചേട്ടാ, എനിക്ക് കോട്ടയത്ത് തന്നെ ഒരു ജോലി അച്ഛൻ ശരിയാക്കിയിട്ടുണ്ട്. PWDയിൽ ഉടനെ ചെല്ലാനാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. നല്ല കാര്യമല്ലേ? പോകും. അടുത്ത മാസത്തോടെ എന്റെ ട്രെയിനിങ് തീരും, ഞാനും എത്തും. ചേച്ചി, ആശുപത്രിയിൽ നിന്ന് ജോലി കൂടുതലായിരുന്നു, ക്ഷീണം. അതാ അല്പസമയം കിടന്നത്. പെട്ടിലെല്ലാം വെച്ചിട്ടുണ്ടോ നോക്കിയോ? നാളെ രാവിലെ പോകേണ്ടതല്ലേ? എന്നോട് ക്ഷമിക്കണം ചേച്ചി. എന്തിന്? നീ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല തിലകൻ. ചേച്ചിക്ക് എന്നോട് പിണക്കമുണ്ടോ? ഇല്ല, എനിക്ക് വിഷമമുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് ചേച്ചിയോട് എല്ലാം പറയാനിരുന്നതാണ്. അവളൊരു കമ്പനിയിൽ സ്റ്റെനോഗ്രാഫറാണ്, പാവപ്പെട്ടവരാണ്. ഞാൻ ഊട്ടിയിൽ പ്രാക്ടീസിന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. അവൾ കോട്ടയത്തുകാരിയാണ്. കുറച്ചു ദിവസം ജോലി അവിടെയായിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് അവളുടെ അഡ്രസ്. ചേച്ചി അവളുടെ വീട്ടിൽ പോയി അവളെ കാണണം. ഞാൻ അമേരിക്കയിൽ വന്നാലുടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്നും പറയണം. പറയാം. ഹലോ, ഹായ്. തിലകം പോയോ? പോയി. ആ, അതാണ് മുഖത്തൊരു വാട്ടം. ഓർമ്മയായതിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് വിവാഹം കഴിക്കാത്തതിലുള്ള മനപ്രയാസം. ഹേയ്, പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. പോട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. അമ്മ എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ. അമ്മയ്ക്ക് നല്ല സുഖമില്ല, വല്ലാത്ത തളർച്ച, നെഞ്ചിനകത്തും വേദന, ഭക്ഷണത്തിന് ഒരു താല്പര്യവുമില്ല. ഡോക്ടറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അമ്മയ്ക്ക് എഴുന്നേക്കാൻ ഒക്കൂ. വരൂ, കിടക്കൂ. വാ തുറക്കൂ. അമ്മയ്ക്ക് കാര്യമായ അസുഖമൊന്നുമില്ല. മനസമാധാനം എനിക്ക് വിധിച്ചിട്ടില്ല മോളെ. അതാണ് എന്റെ സൂക്കേട്. അമ്മ മനസമാധാനമായി കഴിയാൻ ശ്രമിക്കൂ.
എന്റെ മോൻ അങ്ങനത്തെ സ്വഭാവക്കാരനായിപ്പോയി. പിന്നെ എങ്ങനെയാ ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നു? വരൂ, അമ്മ ഇരിക്കൂ. ഇങ്ങോട്ടൊന്ന് വരൂ. അമ്മയ്ക്ക് പറയത്തക്ക അസുഖമൊന്നുമില്ല. ഈ മരുന്ന് വാങ്ങിക്കൊടുക്കും. അമ്മയ്ക്ക് മനപ്രയാസമൊന്നും ഉണ്ടാവരുത്. നിങ്ങളത് ശ്രദ്ധിക്കണം. ആട്ടെ. പ്രിയപ്പെട്ട ബാലയ്ക്ക്, എന്റെ അമ്മയെ വേണ്ടതുപോലെ നോക്കിയതിന് നന്ദി. എനിക്ക് സമയമില്ലാതിരുന്നതിനാലാണ് സ്നേഹിതനെയും കുട്ടി അയക്കുന്നത്. സ്നേഹപൂർവ്വം, ജയമോഹൻ. എന്റെ മോൻ അങ്ങനത്തെ സ്വഭാവക്കാരനായിപ്പോയി. പിന്നെ എങ്ങനെയാ ഞാൻ മനസമാധാനത്തോടെ ജീവിക്കുന്നു? എക്സ്ക്യൂസ് മീ, വീട്ടിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്നതിന് 25 രൂപയാണ് എന്റെ ഫീസ്. അതെടുത്തു, ബാക്കി വെച്ചു. മനസ്സോടെ തന്നതല്ലേ ഡോക്ടർ? അഡ്വക്കേറ്റ് ജയമോഹന്റെ അമ്മയാണിത്. അദ്ദേഹത്തിന് തരാൻ കഴിവുണ്ട്. അദ്ദേഹത്തിന് കഴിവ് കൂടുതലായതുകൊണ്ട് എന്റെ ഫീസ് കൂടണമെന്നില്ല. ഈ വിവരം പറഞ്ഞാൽ മതി. വാങ്ങിക്കൊള്ളൂ. അമ്മയുടെ രോഗത്തിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി. അതിന് ഫലപ്രദമായ മരുന്നൊന്നും എന്റെ കയ്യിലില്ല. ഏതായാലും ഞാൻ കുറച്ചൊന്ന് മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഹലോ, സ്റ്റെനോഗ്രാഫർ സുഭാഷിനെ ഒന്ന് ഫോണിൽ കിട്ടുമോ? ഹലോ, സുഭാഷിനെയാണോ? ആ, ഞാൻ ഡോക്ടർ ബാലാദേവിയാണ്, തിലകന്റെ സിസ്റ്ററാ. ആ ആ എനിക്ക് സുഭയെ ഒന്ന് നേരിൽ കാണണം. ഏയ് വേണ്ട വേണ്ട, ഞാൻ വീട്ടിലേക്ക് വരാം. സുഭാഷിന്റെ വീടല്ലേ ഇത്? സുഭാഷിന് ഇവിടെ ഇല്ലേ? ഞാൻ ഡോക്ടർ ബാലാദേവിയാണ്. എനിക്ക് സുഭാഷിനെ ഒന്ന് കാണണം. സുഭാഷിനി, നിന്നെ അന്വേഷിച്ച് ഒരുത്തി വന്നിരിക്കുന്നു. എന്റെ ചേച്ചിയില്ലേ? ബാല ചേച്ചിയില്ലേ? ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും ചേച്ചി ഞാൻ തിരിച്ചറിയുമായിരുന്നു. തിലകൻ ചേട്ടൻ ചേച്ചിയുടെ നിറവും തരവുമെല്ലാം വിസ്തരിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വരൂ ചേച്ചി, എന്റെ മുറിയിലിരിക്കാം. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. എന്റെ ചേച്ചി എന്നെ കാണാൻ വന്നല്ലോ. അങ്ങോട്ടിരിക്കൂ ചേച്ചി, ഇരിക്കൂ. അപ്പുറത്തിരിക്കുന്ന ആരാണ്? അച്ഛന്റെ ഒരു അനന്തരവനാണ്. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കുന്നു. നാട്ടിൻപുറത്ത് ജീവിച്ച ആളാ. ടൗണിലെ മര്യാദകളൊന്നും അറിയില്ല. അച്ഛനെവിടെ? അച്ഛൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ചേച്ചി വിചാരിക്കാണ് ഒരു സ്റ്റെനോഗ്രാഫറുടെ വീട് ഇത്ര ഭംഗിയാക്കി വെക്കാൻ കഴിയുമോ എന്ന്. എല്ലാവരും ശമ്പളം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്.
തിലകൻ ചേട്ടനുമായി സ്നേഹമായതിൽ പിന്നെയാണ് ഞാൻ വീട് ഇത്ര ഭംഗിയായി വെക്കാൻ തുടങ്ങിയത്. ചേട്ടന്റെ മാന്യത ഞാൻ നോക്കണ്ടേ? ആ ചേച്ചി, കാപ്പിയോ ചായയോ എന്താ കഴിക്കുക? ഇപ്പോൾ ഒന്നും വേണ്ട ശുഭേ, ഞാൻ ചായ കഴിച്ചതാണ്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. സൽക്കാരങ്ങളൊക്കെ ഇനി ഒരിക്കൽ. ഇപ്പോൾ ആശുപത്രിയിൽ പോകേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ നാളെ ഓഫീസ് വിട്ട് കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ വരാം. വൈകിട്ട് കുറെ സമയം പാർക്കിൽ പോയിരിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട്. പകല് മുഴുവനും രോഗാണുക്കളുടെ ഇടയിലല്ലേ. ഞാൻ പാർക്കിൽ വരാം ചേച്ചി. വളരെ സന്തോഷം. അപ്പോ നമുക്ക് പാർക്കിൽ വെച്ച് സംസാരിക്കാമല്ലോ. ഞാൻ പോട്ടെ സുബേ. ചേച്ചി, ദേ അച്ഛൻ വരുന്നു. അച്ഛാ, ഡോക്ടർ ബാലാദേവിയാണ്, തിലകൻ ചേട്ടന്റെ പെങ്ങൾ. കണ്ടതിൽ സന്തോഷം. വിവരങ്ങളെല്ലാം അറിയാമല്ലോ. തിലകൻ എന്റെ മോളെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. തിലകന്റെ ഇഷ്ടമേ ഞാനും നോക്കുന്നുള്ളൂ. ആ, അത്യാവശ്യ കാര്യമുണ്ട്. വരട്ടെ, ഇനിയും വരാം. വരട്ടെ സുബേ.